പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും സേവന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കാട്ടാക്കട ലയൺസ് ക്ലബ്ബ് ദീർഘനാളത്തെ അനുഭവ സമ്പത്തുള്ള സംഘടന പോലെ പ്രവർത്തിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് സി ജോബ്. ഈ ഡിസ്ട്രിക്റ്റിൽ സ്വന്തമായി ബിൽഡിംഗ് ഉള്ള 33ാമത്തെ കേന്ദ്രമായി കാട്ടാക്കട ലയൺസ് ക്ലബ്ബ് മാറുന്നതിലും അഭിമാനമുണ്ട്. സോണൽ ചെയർപേഴ്സണും പ്രസിഡന്റുമായ ലയൺ ഷൈജു ഡേവിഡ് അൽഫി, ലയൺ ഡോക്ടർ രാധാകൃഷ്ണൻ, ഡിസ്ട്രിക്ട് കോഓർഡിനേറ്റർ രാജഗോപാൽ തുടങ്ങിയവർ വേദിയിൽ സംസാരിച്ചു. ട്രഷറർ സന്തോഷ് കുമാർ സ്വാഗതവും സെക്രട്ടറി ബൈജു റിപ്പോർട്ടും അവതരിപ്പിച്ചു. പുതുതായി അംഗത്വമെടുത്ത 6 പേരെയും വേദിയിൽ പരിചയപ്പെടുത്തി നിർധനർക്ക് ധനസഹായവും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തു. 10 കുട്ടികൾക്ക് സ്കോളർഷിപ്പും വിതരണം ചെയ്തു. പുതുതായി പണിയാൻ പോകുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ രൂപരേഖയും ഡിസ്ട്രിക്ട് ഗവർണർ പ്രകാശനം ചെയ്തു. പുതിയ മെമ്പർമാരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ഏകദേശം 14 ലക്ഷം അംഗങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. പുതിയതായി ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ 14 ലക്ഷം സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് പുതിയതായിട്ട് ലഭിക്കും. ലോകത്തിന്റെ 200 രാജ്യങ്ങളിൽ ലയൺസിന്റെ പ്രവർത്തനം എത്തിച്ചേരും. കാട്ടാക്കട പുതിയതായി വരുന്ന 6 പേർ വരുമ്പോൾ ഞങ്ങൾ കാണുന്നത് ഇവിടെയുള്ള പ്രദേശത്ത് സേവനം ചെയ്യുന്നതിലേക്കായി 12 കരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 6 മെമ്പർമാരെ അല്ല നമ്മുടെ ലക്ഷ്യം, സേവനം ചെയ്യാനുള്ള 12 കരങ്ങളാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. ലയൺസ് പ്രസ്ഥാനത്തിൽ വന്ന എന്താണ് നേട്ടം? ബിസിനസ്സുകാരൊക്കെ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു കാര്യം. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ 99 ലയൺസ് പ്രസ്ഥാനത്തിൽ വരുമ്പോൾ ഞാൻ ചിന്തിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ എനിക്ക് എന്താണ് നേട്ടം? പക്ഷെ ഇന്ന് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ എനിക്ക് ഈ ലയൺസ് പ്രസ്ഥാനം വഴി പരിചയപ്പെട്ടു. കാട്ടാക്കട ലയൺസ് ക്ലബിലെ എല്ലാ മെമ്പർമാരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം.